ഇപ്പൊ ഞങ്ങളൊക്കെ ക്ഷീണിക്കുന്നത് ഫുഡ് കൺട്രോൾ കാരണമല്ല, മെന്റൽ സ്ട്രെസ്. അതൊരു കുക്കറാണ്. റെനയായിട്ട് ആക്ച്വലി എന്താണ് പ്രശ്നം? റെനയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ നമ്മൾ റെനയായിട്ട് ഫസ്റ്റ് വീക്കിൽ പ്രൊവക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അവസാനം ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ റെന മോള് എന്നെ തന്നെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കാണുന്നില്ല. ഞാനൊരു റെനയായിട്ടുള്ള നല്ല കാര്യങ്ങൾ കാണുന്നില്ല, ഉള്ളി നെഗറ്റീവ് മാത്രം കാണുന്നുള്ളൂ. പുറം ലോകമായിട്ടുള്ള നമ്മുടെ ഏക കണക്ഷനാണ് ആ പാട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മകൾ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുഖമൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ, അത് ശരിക്കും ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ശരിക്കും അതിൽ ഓവർകം ചെയ്തിരുന്നു. അത് ബ്രേക്ക് ഡൗൺ അല്ല. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ പറയും? കരയുന്നത് ബ്രേക്ക് ഡൗൺ ആണോ? അങ്ങനെയല്ല, ഒരിക്കലല്ല. ആണുങ്ങൾ കരയാൻ പാടില്ലേ? ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസ് ഒരു കേസ്, ഒരു ഡിഫമേഷൻ കൊടുക്കണമെങ്കിൽ അത് ലക്ഷ്മിക്കാണ്. കാരണം അവൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. സർഫസ് ലെവൽ നോളജ് വെച്ചിട്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട ചീപ്പ് ഗെയിം ഉണ്ടല്ലോ, ഡേർട്ടി ഗെയിം, അതിന്റെ അക്കൗണ്ടബിലിറ്റി. നമ്മളെല്ലാത്തിനും അക്കൗണ്ടബിൾ ആയിരിക്കണം. ലാലേട്ടൻ എനിക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു, ലാലേട്ടൻ എന്റെ സാൻഡ്വിച്ച് കഴിക്കണോ. ഡെഫിനറ്റ്ലി അത് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. അഖിൽ മാരാറിന്റെ സീസണിൽ അഖില് ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വിന്നർ ആണെന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചു. എങ്ങനെ തീരുമാനിച്ചു? മനസ്സിലാകുമല്ലോ. എക്സാക്ട്ലി. അപ്പൊ അതാണ് മൈൻഡ് ഗെയിമർ. അനിൽ ചേട്ടാ, ഒരു വളരെ പേഴ്സണൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ബിഗ് ബോസിൽ കണ്ടിട്ട് റെനയായിട്ട് ആക്ച്വലി എന്താണ് പ്രശ്നം? റെനയായിട്ട് പ്രശ്നമോ? അതെ, അതായത് നമ്മൾ സീസൺ കാണുമ്പം എനിക്ക് ആസ് എ പ്രേക്ഷക തോന്നിയിട്ടുള്ളത് റെനയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? രണ്ടുപേരും ഉണ്ട്. ഞാൻ റെനെ കിട്ടിയ റെനയോടും ചോദിക്കും. ആക്ച്വലി എനിക്കത് മെജോറിറ്റി വഴക്കില് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ. അപ്പൊ നമുക്ക് മേ ബി ആ എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നതിന്റെ ആയിരിക്കും. അതായത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ സ്മൂത്ത് ആയിട്ട് പോകുന്നു, അത് കാണിക്കില്ല. എവിടെ ഇടിയുണ്ടാവണോ അതല്ലേ കാണിക്കുള്ളൂ. റെനയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെനയുടെ ഒരു എന്താ പറയാ, റെന ഒരു പ്രൊവോക്കേറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗെയിമറാണ്. നമ്മളവിടെ മൂത്ത ആള് ഇളയ ആളൊന്നുമില്ല, എവരിബഡി ഈസ് ഈക്വൽ. അപ്പൊ റെന ഇപ്പൊ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊവോക്കേറ്റീവ് സ്ട്രാറ്റജി ചെയ്യുന്നു. അതായത് റെന പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് നമ്മളപ്പോ അവിടെ ഗെയിമേഴ്സ് ആണല്ലോ, ഗെയിമർ എന്നുള്ള രീതിയിൽ ആ സ്ട്രാറ്റജി എങ്ങനെ തിരിച്ച് മാറ്റാന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു സംഭവത്തില് ഞാൻ പറയുമ്പോൾ എന്താ റെനയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തന്നെ നമ്മൾ റെനയായിട്ട് ഫസ്റ്റ് വീക്കിൽ പ്രൊവക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് മനസ്സിലായി. പിന്നീട് സെക്കൻഡ് ടൈം പിന്നെ നമ്മളെ ശൈത്യയുടെ ഒരു എന്താ അതിന്റെ ഒരു ശൈത്യ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീനെ അവഹേളിച്ചതിന് പ്രതികരിച്ച ആൾക്കാർ ആകെ രണ്ടുപേരുള്ളൂ, അഭിലാഷും ഞാനും. അതില് പ്രശ്നം ഉണ്ടായത് അഭിലാഷും ആര്യനുമായിട്ടാണ്. ചെരിപ്പെറിഞ്ഞതും പിന്നെ പറഞ്ഞതും വാക്കുകളൊക്കെ ഈ പറഞ്ഞ പോലെ. പക്ഷേ അതിനിടയിൽ റെന വന്നിട്ട് ചാർജ് ചെയ്ത് എൻ്റെ പുറത്ത് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും റെനയായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഈ ഒരു സംഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു തെറി ഉപയോഗിച്ചിട്ടില്ല ഈ സീസണിൽ. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം ബീപ്പ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചി സ്ലാങ്ങിലേക്ക് വരും. കാരണം നമ്മൾ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ചൊറിഞ്ഞു തിരിച്ച് ചൊറിയണമെന്നില്ല, മാന്തിക്ക് കയറും ചിലപ്പോൾ. അപ്പൊ അത് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് അപ്പൊ അതുകൊണ്ട് മുട്ടാൻ ഭയങ്കര പേടിയായിരുന്നു കുറെ പേർക്ക്. അക്ബർ ഖാൻ നല്ലൊരു ഗെയിമറാണ്, എൻ്റെ ഒരു നല്ലൊരു എതിരാളിയാണ്. പുള്ളി വരെ പുറകേന്ന് മാത്രം കളിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അവസാനം ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ റെന മോള് എന്നെ തന്നെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തു പിന്നീട്. അപ്പൊ നിങ്ങൾക്ക് അതൊന്നും കാണുന്നില്ല. ഞാനൊരു റെനയായിട്ടുള്ള നല്ല കാര്യങ്ങൾ കാണുന്നില്ല, ഉള്ളി നെഗറ്റീവ് മാത്രം കാണുന്നുള്ളൂ. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് റെനയുടെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. ഒന്നിൽ ചേട്ടൻ്റെ കഥകൾ കേട്ടിരിക്കുന്ന ആളാണ് റെന. അങ്ങനെ അതാ ഞാൻ പറയുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ലല്ലോ. ഞാൻ റെനയായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിട്ട് റെന മോളെ വിളിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ആ ഒരു കാര്യം കാണാൻ പറ്റാത്ത ആൾക്കാർ ഈ നേരത്തെ ഔട്ടായി പോയ ആൾക്കാരാണ്. റെന മോളൊക്കെ ലെജൻഡാണ്. 50 days കഴിഞ്ഞ എല്ലാവരും, ഞാൻ റെന മോളോടും പറഞ്ഞു നീ ലെജൻഡാണെന്ന് അന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഹഗ് ചെയ്തിട്ടാണ് പോയത്. റെന മോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്, വളരെ നല്ല ഗെയിമറാണ്. എനിക്ക് ആ റെനയുടെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് എന്നറിയോ, റെനക്ക് അവിടെ ഉള്ള കുറെ പേരെക്കാളും മെച്യൂരിറ്റി കൂടുതലുണ്ടായിരുന്നു. നല്ല മെച്യൂർ, അതായത് റെന കുറെ കഷ്ടപ്പാടിൽ നിന്ന് വന്ന പെണ്ണാണ്. അതാ പറഞ്ഞത്. അപ്പൊ അതിനൊരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന് എന്താ പറയാ, എന്താണ് ആ കുട്ടി എന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളതാണ്. പിന്നെ ഗെയിമിന്റെ ഇടയിലുള്ളത് അത് ഗെയിമിന്റെ ഇടയിൽ തീരും. ലൈക്ക് ഓബിയസ്ലി ഗെയിമിന്റെ ഇടയിൽ നമ്മൾ ഒരാളുടെ പ്രൊവക്കേഷൻ സ്ട്രാറ്റജിക്ക് റെസ്പോണ്ട് ചെയ്യുന്ന രീതി നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണെന്നില്ല, അതെൻ്റെ രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം റെന പോയി കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് പോയി, ജിഷിൻ പോയി, പിന്നീടാണ് ഞാൻ പോകുന്നത്.
പക്ഷെ റെന അവിടെ ഇപ്പൊ അവിടെ നിൽക്കുന്ന ലക്ഷ്മിക്ക് പ്രൊവോക്കേഷൻ സ്ട്രാറ്റജി ആണെന്നാണ് ലക്ഷ്മി പറയുന്നത്, ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ ആർക്കും തോന്നിയിട്ടില്ല അതൊരു മണ്ടത്തരം ശശിയാവാന്നാണ് തോന്നിയിട്ടുള്ളൂ. റെന നന്നായിട്ട് പ്രൊവോക്കേഷൻ സ്ട്രാറ്റജി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ റെനനെ ഒരു ഗെയിമറായിട്ട് കാണുമ്പോൾ ഒബ്വിയസ്ലി ഗെയിമേഴ്സ് ആർ ഓൾ ഈക്വൽ. അതിനകത്ത് സൊസൈറ്റി കാണുന്ന രീതിയാണ് വലിയ ആള് ചെറിയ ആളെന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല. അത് റെനക്കും അറിയാം, എനിക്കും അറിയാം. അതാണ് ഞാൻ പറയുന്നത്. പിന്നീട് ആ റെന അല്ലെങ്കിൽ മോനിൽ ചേട്ടനെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നു. അത് ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ റെനയും ഞാനുമായിട്ടുള്ള ഇക്വേഷൻ അതുകൊണ്ടാണ്. അപ്പൊ റെനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗെയിമിൽ അവിടെ വെറുതെ ഇരിക്കാൻ പോയിരിക്കാന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, വെറുതെ ഇരുന്നിട്ട് സ്മൂത്ത് ആയിട്ട് കിച്ചൺ ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ഈ റെനയുടെ ഇഷ്യൂ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും റെനയും കൂടി കൈ കൊടുത്തു, ഹൈ ഫൈസ്, നമ്മുടെ ഇഷ്യൂ കത്തി എന്ന് പറഞ്ഞു. ആസ് എ ഗെയിമർ നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇതാവുക. അത് ആൾക്കാർ കാണുന്നുണ്ട്, നമുക്കറിയില്ല, ആൾക്കാർ പ്രേക്ഷകർ എന്താ കാണുന്ന അറിയില്ല. അവിടെ ആരും ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ ഗെയിം അവരുടെ ഗെയിമാണ്. ഞാൻ മാക്സിമം റിയൽ ആയിട്ട് നിന്നിട്ടുള്ളൂ. റിയൽ ആയിട്ട് എങ്ങനെ പ്രതികരിക്കാന്നുള്ളൂ. ഇപ്പൊ റെനയായിട്ട് നമുക്ക് ഇപ്പൊ ഞാനും റെനയായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. അല്ലാതെ റെന മറ്റേ ഷാനവാസിനെ കാണുന്ന പോലെ അങ്കിള് പോലെ അല്ലെങ്കിൽ മറ്റേ മുൻഷി രഞ്ജിത്തിനെ കണ്ട പോലെ അങ്ങനെയല്ല എന്നെ കണ്ടത്. അതാ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഫോണില്ലാതെ ടൈം അറിയാതെ ഒക്കെ നിൽക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ. അതായത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ദിവസം ഫോണില്ലാതെ, ഒരു ദിവസമൊക്കെ പിന്നെയും ഓക്കെ, 2 ദിവസം ഓക്കെ, അതിനപ്പുറത്തോട്ടൊക്കെ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ 63 ദിവസം ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, പുറത്തുള്ള ആൾക്കാരില്ല, ഇതിനകത്ത് സ്ഥിരം കാണുന്നു 24/7 ഈ മുഖങ്ങൾ തന്നെ കാണുന്നു, പുറത്തുള്ള അപ്ഡേറ്റ്സോ സമയമോ ഒന്നും അറിയുന്നില്ല. അത് എത്ര ഡിഫിക്കൽട്ടാണ് ശരിക്കും. അതാണല്ലോ ഗെയിം. ഈ ഗെയിം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. വി ആർ സബ്സ്ക്രൈബിങ് ടു ദ ഗെയിം. അതായത് ഇവിടെ ഫോൺ ഉണ്ടാവില്ല, 100 ദിവസം പിടിച്ചു വെക്കണം. ബിഗ് ബോസിന്റെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതി അറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുന്നു. വാഴുന്നവരാരോ വീഴുന്നവരാരോ, ഏകാന്തത താണ്ടി ജയിക്കുന്നത് ആരാരോ. ഇതൊരു റിമൈൻഡറാണ്. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇല്ലാണ്ട് മാക്സിമം ഇപ്പൊ ഞങ്ങളൊക്കെ ക്ഷീണിക്കുന്നത് ഫുഡ് കൺട്രോൾ കാരണമല്ല, മെന്റൽ സ്ട്രെസ്. അതൊരു കുക്കറാണ്. വെറുതെ ഇരിക്കാന്ന് ഓർത്തോ, നമ്മൾ 3 പേര് ഇരിക്കാന്ന് ഓർത്തോ, പിന്നെ അപ്പുറത്ത് നമ്മുടെ പരിചയമുള്ള 3 പേര് ഇരിക്കാന്ന് ഓർത്തോ, നമ്മൾ ഉടനടി അവര് ഗ്രൂപ്പാണെന്ന് വിചാരിക്കും. അവർ നമ്മളെപ്പറ്റി എന്താ പറയുന്നതെന്ന് ചിന്തിക്കും. ഇങ്ങനത്തെ ചിന്തകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഉള്ളി കേസ്, മറ്റേ വള്ളി കേസ് ഒന്നും ഞാൻ പിടിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. ഉള്ളി, ബീട്രൂട്ട്, തക്കാളി ഇങ്ങനത്തെ കേസൊന്നും പിടിക്കില്ല. എന്താ കാരണം? ഇതൊക്കെ ഒരു നോർമൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമോ? ഇല്ല. ബിഗ് ബോസ് ഹൗസിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ? കാരണം വേറെ പുറലോകമായിട്ട് വേറെ ബന്ധമില്ലാത്തതുകൊണ്ട്. നമുക്ക് ഈ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കുന്നില്ലേ? അപ്പൊ ഡാൻസ് കളിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താ കാരണം എന്ന് വെച്ചാൽ രാത്രി അതിന് മുമ്പത്തെ ദിവസം ഭയങ്കര ശോക ദിവസമാണെന്ന് ഓർത്തോ. പുറം ലോകമായിട്ടുള്ള നമ്മുടെ ഏക കണക്ഷനാണ് ആ പാട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മകൾ വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുഖമൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ആരെയും മുഖങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല, മറന്നു പോകും. അപ്പൊ നമ്മള് പുറം ലോകമായിട്ടുള്ള കണക്ഷനിലായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലം ഓർക്കുക, കോളേജോ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് അവർ ലൈഫ്, എന്തെങ്കിലും ഒരാളോ എന്തെങ്കിലുമൊക്കെ ഓർക്കുക. പതുക്കെ വരുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് രാവിലെ പോയി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമാണ്. ഞാൻ കുറച്ചൊക്കെ ഡാൻസ് കളിക്കും. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 20 പേരും 2 കക്കൂസേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവരും പുറത്തുള്ളപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ ടൈം യൂട്ടിലൈസ്. പിന്നെ എനിക്ക് ടൈം അറിയാം പറയാൻ വേണ്ടി. ഞാൻ സൂര്യന്റെ ഒരു സൺസെറ്റിന്റെ കറക്റ്റ് ടൈം പറയും. ഞാൻ എപ്പോഴും ടൈം കറക്റ്റ് പറയുമായിരുന്നു. എനിക്ക് മറ്റേ ജയിൽ ടാസ്കിൽ ടൈം പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിന് ഞാനാ ടൈം പറഞ്ഞു, സിമ്പിളായിട്ട് ടൈം പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ അതാ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഷെയ്ഡ് നമ്മുടെ വെയിലടിക്കുന്നത് എവിടം വരെയാണെന്നുള്ളത്. അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടാവുന്ന സമയമാണ് യൂഷ്വലി. അപ്പൊ ആ വെയിലടിക്കുന്ന കറക്റ്റ് ഒരു സ്റ്റെപ്പിൽ വീഴുമ്പോൾ ഇത്രയും ടൈമായി എന്ന് പറയാൻ പറ്റും. അതിനുള്ള കഴിവ് അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് ടൈം ചോദിക്കുമായിരുന്നു. അവിടെ സമയം കറക്റ്റ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ. അത് എനിക്കൊരു പ്രത്യേക രീതി ഉണ്ടാകുന്ന പറയാൻ പറ്റും. അപ്പൊ ബിഗ് ബോസ് എനിക്ക് തന്നെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ടാസ്ക് എന്ന് സമയം പറഞ്ഞ ഹ്യൂമൻ ക്ലോക്ക് എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ അത് ചെയ്യാൻ അത്രയും ടഫ് ജയിൽ ടാസ്ക് ഒരു ബിഗ് ബോസിലും ഉണ്ടായിട്ടില്ല. അത് ഇവിടെ എത്രത്തോളം കണ്ടെന്നറിയില്ല. നമ്മൾ ഫുൾ ടൈം കൊട്ടിക്കൊണ്ട് 60 സെക്കൻഡ്സ് ഒന്നും മിസ്സാകാൻ പാടില്ല. ടൈം 3 മിനിറ്റിൽ കൂടുതൽ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പോയി. ഞങ്ങളുണ്ട് 12 മണിക്കൂറിൽ 9 മണിക്കൂർ ഞാൻ എഴുന്നേറ്റ് വെച്ച്. സിജിസേലിൽ അതിനകത്ത് കുറെ പ്രാവശ്യം ഉറങ്ങേണ്ടി വന്നു. ശരിക്കും സുഖമില്ലായിരുന്നു. അവർക്ക് ഭയങ്കര ഇഞ്ചറി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ജിസേലിനെ പ്രൊട്ടക്ഷൻ ചെയ്യണം. ഇത് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
എനിക്ക് അത് തന്നിരുന്ന വെച്ചാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആങ്കർ മാനേജ് ചെയ്യാൻ വേണ്ടി. ജിസേലിന് കൊടുത്തിരുന്ന വെച്ചാൽ സീരിയസ്നെസ് ആവാൻ വേണ്ടി, കളിയിൽ സീരിയസ്നെസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് രണ്ടും ആരും കളയരുത്, അതാണ് ആ ടാസ്കിലെ മെയിൻ. അപ്പോൾ നമ്മളത് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ബിഗ് ബോസിന് അറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പിന്നീട് അറിഞ്ഞത്. ഒരു 15 മിനിറ്റ്സ് ഡിഫറൻസോ 10 മിനിറ്റ്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് പക്ഷേ സമ്മതിച്ചു നമ്മളോട് പോകാൻ വേണ്ടി. കാരണം നെക്സ്റ്റ് ഡേ രാവിലെ വരെ കുറച്ച് നേരം ഞങ്ങൾ ഉറങ്ങിയുള്ളൂ. അതായത് എത്രയെന്ന് വെച്ചാൽ ഒരു 2.5 hours ഉറങ്ങി. 2:30 ഉറങ്ങിയിട്ട് ഷാനവാസും നമ്മുടെ അഭിലാഷും പുറത്ത് കിടന്നു വെച്ചു. അപ്പോൾ രാവിലെ ബാങ്ക് വിളിക്കൂലേ, സുബൈ നമസ്കാരം, ആ സമയത്ത് കറക്റ്റ് എഴുന്നേറ്റ് ഞാനും എഴുന്നേറ്റ്. അപ്പൊ എനിക്കറിയാം 5:30 സമയം, പിന്നെ 5:30 തൊട്ട് തുടങ്ങാം. ആ 2 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഷാനവാസ്ക അഭിലാഷ് ഈ രണ്ടുപേരും അവിടെ കിടന്ന് പുറത്ത് കുറേ നേരം. എങ്ങാനും ഞാൻ സുബൈക്ക് എഴുന്നേറ്റില്ലെങ്കിലും പക്ഷെ ഞാൻ എഴുന്നേറ്റ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് നമുക്ക് അതൊക്കെ ഒരു ചെറിയൊരു എന്താ പറയാ പുറം ലോകോട്ടുള്ള കണക്ഷൻ ചിലപ്പോൾ വല്ല അമ്പലോ വല്ല പള്ളിയിൽ നിന്നൊക്കെ കേൾക്കാവുന്ന സാധനം. അങ്ങനെയൊക്കെ സമയം പറയും അവിടെ. കുറെ പേര് പറയും. അപ്പൊ വൈകുന്നേരത്തെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് സമയം പറയാൻ പറ്റും. കുറെ കാര്യങ്ങളുണ്ട്, എനിക്കതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഇതുപോലെ പിന്നെ സൺസെറ്റ്, പിന്നെ നമുക്ക് ലൈറ്റ്സ് ഓണിന്റെ സമയമുണ്ട്. 7 o'clock ആകുമ്പോൾ ലൈറ്റ്സ് ഓഫിന്റെ സമയമുണ്ട്, 10 മണി കഴിഞ്ഞിട്ട്. അതൊക്കെ വെച്ചിട്ട് കറക്റ്റ് അറിയാനായിട്ട് ഇപ്പൊ ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ, അത് ശരിക്കും ഹൗസിനുള്ളിൽ നിന്ന് തന്നെ ശരിക്കും അതിൽ ഓവർകം ചെയ്തിരുന്നോ? ഇമോഷണൽ ബ്രേക്ക് ഡൗണോ? അതായത് ലക്ഷ്മിയുടെ ഈ ഒരു ഇഷ്യൂ വന്നപ്പം, ഈ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞപ്പം യു കാനോട്ട് മെന്റലി ബ്രേക്ക് മീ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് പ്രേക്ഷകര് കൺഫെഷൻ റൂമില് ഇമോഷണലി ബിഗ് ബോസിന്റെ ബ്രേക്ക് ഡൗൺ അല്ല. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ എങ്ങനെ പറയും? കരയുന്നത് ബ്രേക്ക് ഡൗൺ ആണോ? അങ്ങനെയല്ല, ഒരിക്കലും അല്ല. കരയാൻ പാടില്ലേ? അല്ല, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ അത് മെന്റലി ഒരു അപ്പൊ നമ്മളിപ്പോ ആ സമയത്ത് ഒരു സാധാരണ ഒരാളാണെങ്കിൽ അയാൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി മെന്റലി ഡൗൺ ആയി പോയിട്ട് ചിലപ്പോൾ അയാളുടെ ഗെയിമിനെ എഫക്ട് ചെയ്യും. ഞാനത് എൻ്റെ ഗെയിമിനെ എഫക്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ ലക്ഷ്മി എന്നുള്ള ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടെന്ന് തന്നെ കരുതിയിട്ടില്ല, മൈൻഡ് ചെയ്യാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. ഇത് സ്ട്രോങ് മൈൻഡ്സിന് മാത്രം കളിക്കാൻ പറ്റുള്ളൂ ഈ ഗെയിം. അല്ലെങ്കിൽ പിന്നെ PR വെക്കണം ഒരുപാട് പൈസ കൊടുത്തിട്ട്. ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് PR വെച്ചിട്ടില്ല. അപ്പോൾ സ്ട്രോങ് മൈൻഡ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൺഫെഷൻ റൂമിൽ പോയിട്ടല്ലേ അത് ബിഗ് ബോസിനോട് സംസാരിച്ചിട്ട് കാര്യം. ബിഗ് ബോസ് എത്രത്തോളം കാണിച്ചെന്ന് എനിക്കറിയില്ല. ബിഗ് ബോസിനോട് ഞാൻ കാര്യം പറഞ്ഞു. ബിഗ് ബോസ് ഒരു ഗൈഡൻസ് തരുന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോഴേ എനിക്കതൊരു സമാധാനമാവുള്ളൂ. ഓക്കെ, എൻ്റെ ഇഷ്യൂ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സംസാരിക്കും എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം ബിഗ് ബോസ് ഇനി ഞാൻ കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ കരച്ചിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് കരഞ്ഞു തീർക്കണം. അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റിന്റെ കരച്ചിലാണ്. ഓഫ് എൻ്റെ ഇഷ്യൂ എന്തായാലും ഡിസ്കസ് ചെയ്യും. കാരണം വെച്ചാൽ എനിക്കിത് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾസ് അലിഗേഷൻ വന്നിട്ട് ക്യാമറകളൊന്നും ഇല്ലാണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് പേരെ ലൈഫ് പോയിട്ടുണ്ട്. പക്ഷെ ഇത് ബിഗ് ബോസ് ആയതുകൊണ്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമറാസ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം എ ലോയർ, അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഇമ്പാക്റ്റ് എങ്ങനെ ഞാനൊരു എൻ്റെ സ്വന്തം കേസ് ഞാൻ തന്നെ വാദിക്കണ്ടേ. അപ്പം എൻ്റെ രീതികൾ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പം ലക്ഷ്മിയുടെ PR വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇത് പക്ഷേ മസ്താനിയുടെ പേര് പറഞ്ഞിട്ടായിരുന്നല്ലോ ഈ ഒരു അലിഗേഷൻ വന്നത്. ഇപ്പൊ മസ്താനിയും ഒനിൽ ചേട്ടനും ഇതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു. ഞാൻ മസ്താനിയെ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മസ്താനിയുടെ ഗെയിം അതെന്താന്ന് വെച്ചാൽ അത് ആൾക്കാർ വിലയിരുത്തുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ മസ്താനിയായിട്ട് വലിയ തെറ്റില്ലാത്ത ഇക്വേഷൻ ആയിരുന്നു. അതായത് നമ്മൾ അതിന് ആ സമയത്ത് മറ്റേ നമ്മുടെ ഫാക്ടറി ടാസ്ക് ചെയ്തു. അപ്പം മസ്താനിൻ്റെ ടീമിലായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള സ്പോൺസർ ടാസ്കിലാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതൊരു ഇഷ്യൂ അല്ല, ലാലേട്ടനോട് പറയുക ഇഷ്യൂ അല്ല, അതൊരു ആക്സിഡന്റ് ആണ്. ഒരു ആക്സിഡന്റ് ആണ്. തട്ടി വീണിട്ട് നമ്മൾ ആരെ വേണമെങ്കിലും കയറി പിടിക്കുക എന്നുള്ള രീതിയിൽ. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിളിൽ അപ്പൊ ആ ഒരു കേസ് ബിഗ് ബോസിനോട് എനിക്ക് ബിഗ് ബോസിനോടും ജിയോ ഹോട്ട്സ്റ്റാറിനോടും ഏഷ്യാനോടും അതീവമായ കടപ്പാടുണ്ട്. അത് വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ, മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസ് ഒരു കേസ്, ഒരു ഡിഫമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മിക്കാണ്. കാരണം അവൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. സർഫസ് ലെവൽ നോളജ് വെച്ചിട്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട ചീപ്പ് ഗെയിം ഉണ്ടല്ലോ, ഡേർട്ടി ഗെയിം, അതിൻ്റെ അക്കൗണ്ടബിലിറ്റി നമ്മളെല്ലാത്തിനും അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇപ്പം മസ്താനിയായിട്ട് ഞാൻ എങ്ങനെ ഡീൽ ചെയ്തെന്ന് അറിയും. മസ്താനി ഇങ്ങനെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ മസ്താനിയുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യുക. മസ്താനിയോട് സോറി പറയാം, മസ്താനി സോറി നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തതിന് നമുക്കത് ക്ലിയർ ചെയ്യാം, ഇത്രയുള്ള ഇഷ്യൂ. മസ്താനി എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് മസ്താനി വന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അത് ലക്ഷ്മി വന്നിട്ട് അത് മുതലെടുത്തു. അപ്പൊ ലക്ഷ്മി എന്ത് ചീപ്പ് ഗെയിം, എന്ത് ഡേർട്ടി ഗെയിം കളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ
ഈ പുറത്ത് ആൾക്കാർ ചീപ്പ് ഗെയിം ഡർട്ടി ഗെയിം എന്ന് വിളിക്കുന്നതല്ല, ഉള്ളിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന ചീപ്പ് ഗെയിം ഡർട്ടി ഗെയിം. ഇപ്പോൾ വരെ അക്ബർ ചീപ്പ് ഗെയിം ഡർട്ടി ഗെയിം എന്നവളെ പറയുന്നുണ്ട് ലക്ഷ്മിനെ. അത്രേ ഉള്ളൂ. അവളുടെ കളി തന്നെ ലൈക്ക് ഒരു ചീപ്പ് ഗെയിം ഡർട്ടി ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ പെടുന്ന ഒരാളാണ് ലക്ഷ്മി. ഈ പറയുന്ന പോലെ അത് ക്വാളിറ്റി ഇല്ല ആ കളിക്ക്. ഇത് ഒരു ബിഗ് ബോസിനൊരു ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയുടെ PR-ഉം ലക്ഷ്മിയും കൂടി പ്രോഗ്രാം ചെയ്ത് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിനെ താറടിക്കാനും ജിയോ ഹോട്ട്സ്റ്റാറിനെ താറടിക്കാനും ബിഗ് ബോസ് എന്നുള്ള ഗെയിമിനെ നശിപ്പിക്കാനാണ്. അതായത് ഈ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാണ്ടിരിക്കുക, മാറി നിൽക്കുക. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ എന്തായാലും ഒരു ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്നു, മഡ് പിറ്റ് ടാസ്ക്. ആ ടാസ്ക് നമ്മൾ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അങ്ങനത്തെ ടാസ്കിലൊന്നും പങ്കെടുക്കില്ല. അതെങ്ങനെ പങ്കെടുക്കാണ്ടിരിക്കാൻ പറ്റും? ബിഗ് ബോസിൽ എല്ലാ ടാസ്കും എല്ലാവരും ഒരേപോലെ. അപ്പൊ അത്രയ്ക്കും ധൈര്യമുണ്ട്. എന്റെ PR അത്രയ്ക്കും പൈസ കൊടുത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയൊന്നും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദാറ്റ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ശരിക്കൊരു കോമഡി കഥാപാത്രമാണ് അത്. ശശിയാണ്. അതായത് ഒരു ടാസ്ക് മര്യാദയ്ക്ക് എടുക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്നിട്ട് ഈ പറഞ്ഞ പോലെ വെറുതെ വാക്കുകൊണ്ട് സംസാരിക്കാം. പിന്നെ ലക്ഷ്മി സംസാരിക്കാൻ ആരും കേൾക്കാറില്ല. ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നിട്ട് പോലും PR-ന്റെ ബലം കൊണ്ടപ്പം ആ ഹൗസിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമോ? അപ്പോ അതായിരിക്കും PR. എനിക്കറിയില്ല. കാരണം ഞാൻ PR-ന്റെ ഈ പറഞ്ഞ പോലെ ഈ നമ്മള് കുറെ കൂലിക്ക് ആളെ നിർത്തിയിട്ടേ വേറൊരു കണ്ടസ്റ്റന്റിനെ തെറി വിളിപ്പിക്കാന്നുള്ളതല്ലേ PR. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇവര് ഭയങ്കര സംഭവം പറയാം. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റിന് ഒരു ക്വാളിറ്റി ഇല്ല. അതായത് anti-LGBTQ സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ പിന്നെ കുറേ പൈസയുടെ ഇത് തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ലക്ഷ്മി കുറേ മണ്ടത്തരങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, ഇതിവിടെ പറയാൻ കൊള്ളില്ല. ഈ പറഞ്ഞ പോലെ കുറേ ലക്ഷ്മി ഒരു വിസിൽ ബ്ലോവർ ആണ്, ഒരു ഓർഗൻ റാക്കറ്റിനെ ബസ്റ്റ് ചെയ്യാൻ വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്ക്, എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ നമ്മളെ ഒരാളുടെ PR-നെ പേടിച്ച് അവിടെ കളി നിർത്തിയിട്ടില്ല. 9 ആഴ്ച അവിടെ നിൽക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്മി ആദ്യം ഒന്ന് 62 ദിവസമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ലക്ഷ്മി ഗെയിമറാണോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ലക്ഷ്മിനോട് എനിക്ക് അതീവമായിട്ടുള്ള പുച്ഛം മാത്രമല്ല ലക്ഷ്മി എന്ന് പറഞ്ഞ പോലത്തെ സ്ത്രീകൾ അക്കൗണ്ടബിൾ ആവണം. ഇതേപോലെ പുരുഷന്മാരെ ചുമ്മാ അവരെ ക്യാരക്ടറെ താറടിച്ച് മോറലി ഇല്ലാണ്ടാക്കുന്ന ആളുകളെ സമൂഹത്തിൽ അംഗീകരിക്കാൻ പാടില്ല. ഞാൻ ലക്ഷ്മിനെ പോലത്തെ ഒരാളെ സമൂഹത്തിൽ അംഗീകരിക്കില്ല. ഹോമോഫോബിയ നോർമലൈസ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി. മിസാൻഡ്രി നോർമലൈസ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി. ഇതുപോലത്തെ ആളെ ഞാൻ ഒരിക്കലും സമൂഹത്തിൽ പോലും ഒരു വില കൽപ്പിക്കാറില്ല. പിന്നെന്തിനാ ഗെയിമിൽ കൽപ്പിക്കുന്ന ആവശ്യം? ഗെയിം റിയാലിറ്റി TV അല്ലേ ബിഗ് ബോസ്. അപ്പോൾ അവിടെ റിയാലിറ്റി TV എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് റിയാലിറ്റി. അവിടെ ഫേക്കും പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ ദേ വിൽ ബി ഫൗണ്ട് ഔട്ട്. ഈ പറഞ്ഞ പോലെ ചിലവർ അനീഷ് ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് ബിഗ് ബോസ് പഠിച്ചിട്ട്, അനുമോൾ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് ബിഗ് ബോസ് പഠിച്ചിട്ട്. അവരൊക്കെ ഗെയിമേഴ്സാണ്. ലക്ഷ്മി ഒരു ടെംപ്ലേറ്റും ഇല്ല, വെറും ചീഞ്ഞ കളിയായിട്ട് വന്ന ആളാണ്. അപ്പം ബാക്കിയുള്ള ഗെയിമേഴ്സ് അംഗീകരിക്കണ്ടേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഒനിൽ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ടോപ്പ് 5 എത്തുന്നത് ആരൊക്കെ ആയിരിക്കുന്നതാണ്? ഒരു ചെറിയൊരു പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? എനിക്ക് വിഷമാവണത് അനീഷും അനുമോളും അക്ബർ ഇല്ലെങ്കിലാണ് ടോപ്പ് 5. അനീഷ്, അനുമോൾ, അക്ബർ. പിന്നെ നെവിനും ആര്യനും. ഓക്കെ, നെവിനും ആര്യനും എൻ്റെ ബ്രദേഴ്സാണ്. അവര് അത്ര നല്ല കളി കളിക്കുന്നുണ്ട്. പിന്നെ ആദില മോളും. അല്ല, ഞാൻ പറയുന്നത് നെവിൻ ഓർ ആര്യൻ, അതിലൊരാളെ പറയുള്ളൂ. അനീഷ്, അനുമോൾ, അക്ബർ അവര് ആദ്യം തൊട്ട് ഗെയിമേഴ്സാണ്. നെവിൻ ഓർ ആര്യൻ മൈ ബ്രദേഴ്സ്, സിസ്റ്റർ ആദില. മനസ്സിലായോ? അതാണ് എൻ്റെ ടോപ്പ് 5. ഞാൻ എവിടെയും പറയുന്ന പറഞ്ഞാൽ ഇത്ര നാള് അവിടെ കളിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് തൊട്ടുള്ള കളികൾ എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പിസോഡിൽ വിസിബിൾ അല്ലായിരിക്കും. അനീഷ് എന്ന് പറഞ്ഞ ഗെയിമറിന് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് അയാൾ ഭംഗിയായിട്ട്, ആ ടെംപ്ലേറ്റ് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും ഇതിലെ നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ ഹീസ് ട്രൂ ടു ദ ടെംപ്ലേറ്റ്. ആ ടെംപ്ലേറ്റിനോട് അത്രത്തോളം സത്യം പുലർത്തുന്ന ആളാണ് അനീഷ്. മനസ്സിലായി? അനീഷിനും ഞാനും തമ്മിൽ ഗെയിമിൽ ഭയങ്കര റെസ്പെക്ട് ഉള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അനീഷായിട്ട് ഇടിവീണിട്ടുള്ള ഇതുവരെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ. അനീഷിന് എൻ്റെ ഗെയിം റെസ്പെക്ട് ചെയ്യും, ഞാൻ അനീഷിന്റെ ഗെയിം റെസ്പെക്ട് ചെയ്യും. മിഡ് വീക്ക് എവിക്ഷനിൽ അനീഷിനെ പുറത്താക്കി എന്ന് പറയുന്നില്ല. അല്ല, ഒരിക്കലും ഇല്ല. അനീഷിനെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയതായിരുന്നു. അനീഷ് ഞാൻ ഇവിടെ എന്തോരം സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അനീഷ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ചെയ്യും, ചോദിക്കും. അതാണ് അനീഷ്. അപ്പൊ അനീഷിന് ഷാനവാസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് അത് ഗെയിമിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് അനീഷായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് തോന്നിയേക്കണേ. അതൊക്കെ ബോറിംഗ് ആണ്. ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്.
ഈ പറഞ്ഞ പോലെ അനീഷായിട്ട് എല്ലാവർക്കും ഒരു ബന്ധമുണ്ട്. ഞാനും അനീഷും തമ്മിൽ അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ബന്ധമാണ്. അനീഷ് എന്നെ പോകുമ്പോൾ ഉമ്മ വെച്ചു, ഞാനും വെച്ച്. അനീഷ് ഒരാൾക്ക് ഉമ്മ വെക്കൂ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ. അപ്പൊ അനീഷിന്റെ ടെംപ്ലേറ്റ് അനീഷ് മനോഹരമായിട്ട് ചെയ്യുന്നു. അനുമോളുടെ ടെംപ്ലേറ്റ് അത്ര സൂപ്പറായിട്ട് അവള് കളിക്കുന്നില്ലേ. അവളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവണമെന്നായിരിക്കും അവളുടെ കളി. ഞാൻ നേരത്തെ പറഞ്ഞ റെനക്ക് നല്ല പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടാകുന്ന ആളാണ്. ലക്ഷ്മിക്ക് അതില്ല. ഞാൻ അതുകൊണ്ട് അംഗീകരിക്കില്ല അവള് പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെനയാണ് ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊവക്കേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചത്. എന്തോ മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ഗെയിം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ ഗെയിം മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ 3 ആഴ്ച അടുപ്പിച്ച് ക്യാപ്റ്റൻസിയിൽ വരുന്നു, 3ാമത്തെ ആഴ്ച ക്യാപ്റ്റൻ ആവുന്നു. അപ്പൊ അതായത് അതുകൂടാതെ അതിന് മുമ്പത്തെ ഒരാഴ്ചയും നമ്മുടെ കൺട്രോളിലാണ് ഫുൾ ഹൗസും. അവിടെ എല്ലാവരോടും ചോദിച്ചറിയാം, ഞങ്ങൾ ടീം സെറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ ക്യാപ്റ്റൻസിയിൽ വരുമ്പോൾ ബെസൽ ടീമിൽ ജിസേലും ജിഷിനും, പിന്നെ അവർ രണ്ടുപേരും ഇഷ്യൂസ് ഉണ്ടാക്കിയതാണ്. വെജിറ്റേറിയൻ പറഞ്ഞ പോലെ ആ ആഴ്ച 3 ദിവസം നോൺ വെജ് ഉണ്ട്. അപ്പൊ അവർ ഇഷ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷാണ്. പിന്നെ അവിടെ ആദിലയുണ്ട്, അവളും മടിച്ചാണ്, പണിയെടുക്കില്ല. അപ്പൊ അവിടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ആയിട്ട് ഒരു ടീം ഇടുക. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മള് ഉറപ്പായിട്ടും അനീഷും ആര്യം വന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കും ജിസേലിനെ. അപ്പൊ അനീഷും ആര്യനായിട്ട് ഇടിയാവും, ആദിലയും അനീഷായിട്ട് ഇടിയാവും, ജിഷിനും അനീഷായിട്ട് ഇടിയായി. ഇതൊക്കെ നമ്മള് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണല്ലേ. അത് കുറെ നേരം ചിന്തിക്കണം. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അക്ബറിന്റെ ഒരു ഗ്രൂപ്പ് പൊളിക്കുക. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ അപ്പാണി ഉണ്ടല്ലോ, അപ്പാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക് ഗെയിമറാണ്. പുള്ളിക്ക് ഒരു ഗെയിം ഇല്ലായിരുന്നു. അപ്പൊ പക്ഷെ ഭയങ്കര എന്നൊക്കെ പറയുമ്പോൾ വെള്ളം ഉണ്ടാക്കണം. അപ്പൊ അപ്പാണീനെ ആ ഗ്രൂപ്പിൽ നിന്ന് പൊളിച്ച് വിട്ട് കഴിഞ്ഞാൽ അപ്പൊ നിഴലിന്റെ മുട്ടയൊക്കെ കിട്ടി അപ്പാണിക്ക്. അതെല്ലാരും കൂടി കൊടുത്താ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും കൂടി കൊടുത്താ. അതെങ്ങനെ നമ്മളങ്ങനെ ആയിരിക്കും ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള ബന്ധം. ഇവന് അപ്പാണിക്ക് നിഴല് കിട്ടുന്നു, അപ്പാണിക്ക് നിഴലൊക്കെ കിട്ടി ഇത്ര നാണക്കേട് വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ അപ്പൊ ആ ഗ്രൂപ്പിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ ചിന്താഗതി. അപ്പൊ കുറെ പേര് അവിടെ നിന്ന് മാറി. കാരണം ഗ്രൂപ്പിൽ ചിയർ ലീഡേഴ്സായി മാറി. ഇവരുടെ ചിയർ ലീഡേഴ്സ് മാത്രമായി അക്ബർ പറയുന്ന പോലെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് അപ്പാണി പോയി കഴിഞ്ഞിട്ട് എന്തോരാഴ്ച, അപ്പാണി 3ാമത്തെ 4ാമത്തെ ആഴ്ച എന്തോ പോയി തോന്നും. അതിനുശേഷം അക്ബറും ഞാനും നല്ല കട്ട ഫ്രണ്ട്സാണ്. അവന് ഗ്രൂപ്പില്ല. പിന്നെ അവൻ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നല്ല, അവന്റെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഗെയിമറാണ്. പക്ഷെ അത് ഗെയിമറാണല്ലോ, നമുക്ക് ഗെയിം റെസ്പെക്ട് ചെയ്യണം. വീക്ക് ഗെയിമേഴ്സിനെ നേരത്തെ പറഞ്ഞു വിടും. അതായത് വീക്ക് ഗെയിമർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരിക്കലും 50 days കടക്കാൻ പറ്റില്ല ഒരു വീക്ക് ഗെയിമറിന്. അല്ലെങ്കിൽ പിന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാരായിരിക്കണം, അധികം ദിവസമായിട്ടില്ലല്ലോ. ഈ നമ്മൾ ഒരാളുടെ ഗെയിം വിലയിരുത്തുമ്പോഴത്തേക്കും ചുമ്മാ പറയണ പോലെ അല്ല ഇവൻ വീക്ക് ഗെയിമർ ആണെന്ന് പറയാൻ പറ്റില്ല. അവന്റെ ഗെയിമിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. ഈ പറഞ്ഞ പോലെ ഒന്നും കാണിച്ചിട്ടില്ല കുറെ ആൾക്കാര്. അവിടെ ഇപ്പോഴും ക്യാപ്റ്റൻ ആവാത്ത ആൾക്കാരുണ്ടല്ലോ. ഞാൻ 3 തവണ ക്യാപ്റ്റൻസിയിൽ വന്ന്, മനസ്സിലായോ? അപ്പൊ ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഞാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും കരഞ്ഞ്. നമ്മുടെ ബന്ധം ഇവിടെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ആ ഒരു റെസ്പെക്റ്റ് ആണ് ഗെയിമേഴ്സ് തമ്മിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പോഴും റെനാടെ ഗെയിം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. 50 days അവളവിടെ നിന്നത്, അതാണ് അവളുടെ ടാർഗറ്റ്. മനസ്സിലായോ? ഓരോരുത്തരുടെ ടാർഗറ്റ് വേറെയാണ്. കപ്പടിക്കണമെന്നല്ലായിരിക്കും ടാർഗറ്റ്. ചിലവർക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 21 days, പിന്നെ 50 days, പിന്നെ 70 days, അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഗെയിം പല രീതിയിൽ കളിക്കാം. ഇത് കുറെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഒരു സീസണിൽ ഒരു ക്ലിയർ വിന്നർ ആയപ്പോൾ 1 മാസം മുമ്പേ ഗെയിം വിട്ടു, അയാളെ വിന്നറാക്കി ബാക്കിയുള്ളവരെ കൂടി. ഇവര് ആദ്യത്തെ ആഴ്ച തൊട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ ഞങ്ങളാണ് വിന്നേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം നിർബന്ധമില്ല. അതൊക്കെ പൊളിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, സ്വന്തമായിട്ട് ആൾക്കാർ ശശിയാകും. അപ്പൊ അവരെ ശശിയാക്കുന്നതിന് പുറകിൽ നമ്മുടെ മൈൻഡ് ഗെയിമാണ്, നമ്മുടെ സ്ട്രാറ്റജിയാണ്. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കാണില്ല, പക്ഷെ ബിഗ് ബോസ് കാണുന്നുണ്ട്. ബിഗ് ബോസ് കാണും, ഏഷ്യാനെറ്റ് കാണും, ജിയോ ഹോട്ട്സ്റ്റാർ കാണും. അപ്പൊ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ പറഞ്ഞ പോലെ അതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനിൽചേട്ടൻ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി മേശ, അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്.
എങ്ങനെയാണ് നമുക്ക് ഇപ്പം ഞാൻ അതിലേക്ക് ഇൻവോൾവ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും എന്നെ പോലെ കുറച്ച് പേരും ഉണ്ട്. സോ എന്താണ് ആക്ച്വലി കമ്മ്യൂണിറ്റി മേശ, എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് അതിലേക്ക് ഇന്നാവാൻ പറ്റുക? കമ്മ്യൂണിറ്റി മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഞാൻ ഓൺലൈൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൾണറി ആന്ത്രപ്പോളജി, അല്ലെങ്കിൽ എൻ്റെ ഹിസ്റ്ററിക്കൽ കുറേ വോക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫാന്റാസ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ ആദ്യത്തെ സ്പൂക്ക് ട്രെയിൽ കൊണ്ടുവന്നു. സ്കോട്ട്ലൻഡിൽ ഞാനത് ഒരു സംഭവം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് നാട്ടിൽ ചെയ്തുകൂടെ. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് വക്കീൽ എന്നുള്ള പ്രൊഫഷൻ വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ പാഷൻസ് ഫോളോ ചെയ്യണമെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്യുന്ന ഫുഡിലായതുകൊണ്ട് കുറേ ഒരു ടേസ്റ്റിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻ്റൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിനൊരു കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ട്, കമ്മ്യൂണിറ്റി മേശ, ഇവിടെ ഫോർട്ട് കൊച്ചി തന്നെ. അപ്പോൾ അതെൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ആൾക്കാർ കോൺടാക്ട് ചെയ്ത് വരും. ഞാൻ അധികം ആൾക്കാരെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു 30 മാക്സിമം. ഇപ്പോൾ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ വോക്ക് നടത്തുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് റിലേറ്റബിൾ ആയിട്ട് രീതിയിൽ സിനിമ രീതിയിലായിരിക്കും പറയാം. ഒരു 1.5 മണിക്കൂർ നടപ്പ്, ഒരു 600 മീറ്ററിനകത്ത്. എന്നിട്ട് നമ്മൾ വീടുകളുടെ ഇടയിൽ കൂടെയായിരിക്കും നടന്നു പോവുക. അപ്പോൾ എനിക്ക് എൻ്റെ ഫോർട്ട് കൊച്ചി നന്നായിട്ട് അറിയാലോ. ചില ആൾക്കാർ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ ഈ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കണ്ടിട്ട് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ അടുത്തുള്ളൊരു വീട് വാസ്കോ ഡി ഗാമ മരിച്ച വീടെന്ന് വിശ്വസിക്കപ്പെടുന്ന വീടുണ്ട്, വാസ്കോ ഹൗസ്. അപ്പോൾ ഡിസംബർ 1524 പുള്ളി മരിക്കുന്നത്. ആ ഹൗസിനെ ഇപ്പം അറിയപ്പെടുന്നത് ബിഗ് ബി ഹൗസ് എന്നാണ്. അതായത് ബിലാലിൻ്റെ വീട് എന്ന് വിളിക്കുന്ന വീട്. അപ്പം അത് ഇപ്പോൾ കേരള ടൂറിസം ബോർഡിന് അവിടെ എഴുതി വെക്കാം, പക്ഷെ എഴുതി വെച്ചിട്ടില്ല. വെബ്സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. അപ്പം എൻ്റെ നാടിൻ്റെ കഥ ഞാൻ പറയണ്ടേ. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്ത ഒരു ഇനീഷ്യേറ്റീവാണ്. ഒരു 2 ഫെമിനിസ്റ്റ് വുമൺ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിറ്റി ഓഫ് വുമൺ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ 2 സ്ത്രീകൾ എന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു ഒരു ദിവസം. അങ്ങനെ റാൻഡംലി ചോദിച്ചു എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ അവർക്ക് ഈ ടൂർ ആദ്യമായിട്ട് കൊടുത്തു. അവർ റെക്കോർഡ് ചെയ്യുന്നതാണ് ഹൗ സേഫ് ഇസ് എവറി സിറ്റി ഫോർ വിമൻ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് എൻ്റെ സ്ഥലം അത്രയും സേഫ് ആണെന്നുള്ള കാണിക്കണമല്ലോ. സോ ഡു യു ട്രസ്റ്റ് എ സ്ട്രേഞ്ചർ ടു ടേക്ക് യു അറ്റ് നൈറ്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ചോദ്യം വന്നത്. പിന്നെ അങ്ങനെ ഞാനത് ഡെവലപ്പ് ചെയ്ത ആ കോൺസെപ്റ്റ് 2022 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഒരു ലെവറേജ് തന്നു. അപ്പോൾ ഒരുപാട് ഓൺലൈൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി സ്പേസ് എന്നുള്ള രീതിയിൽ, അതായത് അവിടെ കൂടുതൽ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ഇപ്പം ഞാനൊരു മില്ലേനിയലാണെങ്കിലും ഇതിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ജെൻസി, ജെൻ ആൽഫയാണ്. അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റി, ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി കൊടുക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജെൻസി, ജെൻ ആൽഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കൈൻഡ്നെസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹ്യൂമാനിറ്റി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരു ലൈക്ക് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കുക. ഓൺലൈൻ ചിലപ്പോൾ കാണുമ്പോൾ ഒരു സാധനങ്ങൾ ഫുള്ളായിട്ട് വ്യക്തമാവില്ല. അപ്പോൾ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 20 മിനിറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ 1.5 മണിക്കൂറാണ് ശരിക്കും നടപ്പ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുകയാണ്. ഓൺലൈൻ വരിക, വന്ന് ജോയിൻ ചെയ്യുക. കാരണം കമ്മ്യൂണിറ്റി എനിക്ക് എൻ്റെ ഈ കമ്മ്യൂണിറ്റി, അതായത് ഫോർട്ട് കൊച്ചിൻ എന്നുള്ള കമ്മ്യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിനെ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് കൊണ്ടുവരിക. ദർ സോ മെനി ഗുഡ് തിങ്സ് ടു നോ. അല്ലാതെ യൂഷ്വലി സ്റ്റീരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള നെറേറ്റീവ്സ് അല്ല ഫോർട്ട് കൊച്ചിനെ പറ്റി. അതല്ലാതെ ചെയ്യുന്നത് എനിക്ക് സിനിമാപരമായിട്ട് ഒരുപാട് നോട്ടീസ് കിട്ടാറുള്ള കാര്യമാണ്. ഒരുപാട് സിനിമാ താരങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം. എസ്രയില ഡി ബുക്ക് അറിയോ? എസ്ര എന്ന് പറഞ്ഞ പടം, അതിൽ ഡി ബുക്ക് കണ്ടിട്ടില്ലേ? അതെന്താണ്, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയോ? ഞാൻ അവിടെ കൊണ്ടുപോവാം. അതാണ് രാത്രി കമ്മ്യൂണിറ്റി മേശയിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഞാൻ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ട്, ഹിസ്റ്ററി ഭയങ്കര ബോറിംഗ് ആണ് ചിലവർക്ക്, ഒരുപാട് പറയണ്ടേ, അങ്ങനെ പറയില്ല. അത് എൻ്റെ രീതിയിൽ ഞാൻ കലോത്സവത്തിനൊക്കെ പങ്കെടുത്ത് ചാക്യാർ കൂത്ത് എന്നുള്ള ഒരു കലയുണ്ടല്ലോ, അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്, ആക്ഷേപഹാസ്യം. അപ്പം ഞാൻ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ടൂറിസം ബോർഡിനെയോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള അഡ്മിനിസ്ട്രേഷനോ ഒക്കെ ചിലപ്പോൾ നമ്മളൊരു വഴികാട്ടി പോലെ ആയിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നെ സ്വയം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു നാടിൻ്റെ കഥ, നാട്ടുകാരുടെ കഥയൊക്കെ കൂടി സ്റ്റിച്ച് ചെയ്ത് ഒരു സിനിമ പോലെ ആക്കുക. ഞാൻ എൻ്റെ ഇതിൽ ഈ കമ്മ്യൂണിറ്റി വാക്കിലൊക്കെ ഒരിക്കലും ഫോണും ടാബും ഒന്നും ഉപയോഗിക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരും, സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിൽ. അതിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. നമ്മളിപ്പോൾ ഫോണിൽ ഉപയോഗിക്കുന്ന 15 സെക്കൻഡ് അറ്റൻഷൻ സ്പാനായി. അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. പണ്ട് ഞാൻ ബുക്ക് ഒരുപാട് വായിച്ചിരുന്ന പോലെ ആരും വായിച്ചിട്ടില്ല, അപ്പോൾ വായിക്കുന്നില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്യുമ്പോൾ റിയൽ വെൻ യു ഗോ ഇൻ ദ നൈറ്റ്. ഇപ്പം ഞാൻ പറയുന്നതാണ്, എസ്ര എല്ലാവരും കണ്ടുണ്ടാവും, ഡി ബുക്ക് അറിയാലോ. അപ്പോൾ എൻ്റെ നെറേറ്റീവ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ തുടങ്ങിയാൽ മതി. ഇതിൻ്റെ എഫക്റ്റ് കാണണം, ഒരു കഥ കാണിച്ചു തരാം, ഒരു കഥ പറഞ്ഞുതരാം, എന്നിട്ട് അവിടെ പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും കഥ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റ് യൂട്യൂബ് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മനസ്സിലാക്കില്ല. നിങ്ങൾ ആ ഒരു വോക്കിന് വന്ന് എൻ്റെ കൂടെ നടന്ന് അത് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവുകയാണ്. ഇവിടെ വരുന്ന ആൾക്കാർ പിന്നെ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഒരു കപ്പിള് ഇവിടെ വന്നിട്ട് അവർ ഡേറ്റിംഗ് ആയിരുന്ന സമയത്ത് വന്നതാണ്, അവരിപ്പോൾ മാരീഡ് ആയി.
ഫാന്റാസ്മയിൽ അറ്റൻഡ് ചെയ്യുന്ന സ്ഥിരം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി തോന്നണം. അത് ആ ഒരു കാര്യത്തിലാണ് ഞാൻ എൻ്റെ പാഷൻസ് എങ്ങനെ നമുക്ക് നമ്മുടെ പാഷൻസിലൂടെ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാം എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സേഫായിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല 9 to 5 ജോബായിട്ട് എനിക്ക് പുറത്തിരിക്കായിരുന്നു. അത് വേണ്ട, അതിനുള്ള സ്ട്രഗിൾസ് ഉണ്ടാവും. പക്ഷെ സ്വന്തം കാര്യം സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യുന്നതിനുള്ള സ്ട്രഗിൾ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ എന്തിനാ ഉള്ളതെന്ന്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വി ഷുഡ് ബി റെഡി ടു സ്ട്രഗിൾ എന്നുള്ള രീതിയിലാണ് റിസ്ക് എടുക്കുക. നമുക്കെന്താ അറിയോ, ഒരാൾക്ക് വേണ്ട ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമില്ലാതെ ജീവിക്കുക. വേറെ ഒന്നുമില്ല. ഇന്നത്തേക്കുള്ള ഞാൻ ഇന്നത്തേക്കുള്ള ഉണ്ടാക്കിക്കോളും. ബാക്കി എനിക്ക് ഇതിൽ കൂടുതൽ വലിയൊരു എന്താണ് പറയുക, ഞാൻ ഓഫ് കോഴ്സ് പണ്ടേ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യും, അടിപൊളിയായിട്ട് ഐ കീപ് മൈ സെൽഫ് ഒരു രീതിയിൽ ആ ഒരു രീതിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിന് ഒരുപാട് പൈസയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തേക്ക് സർവൈവ് ചെയ്യാനും നാളത്തേക്ക് സർവൈവ് ചെയ്യാനും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു രീതിയിൽ ജീവിക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് യാത്രകൾ ഇഷ്ടമാണ്. ഇനി യാത്ര ചെയ്യണം. ഞാൻ ചിലപ്പോൾ എൻ്റെ മാഡ് വിച്ച് എൻ്റെ സാൻഡ്വിച്ച് ഇവൻറ്റിൽ വിയറ്റ്നമീസ് സാൻഡ്വിച്ച് ചെയ്യും. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ യാത്രകളിലൂടെ പിക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോയി കഴിഞ്ഞാൽ വല്ല പേസ്റ്റുകളൊക്കെ മേടിച്ചിട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ തന്നെ എറണാകുളത്ത് കിട്ടും. ഇതൊക്കെ എടുത്തിട്ടായിരിക്കും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയും 10-30 പേർക്ക് ആ സാൻഡ്വിച്ച് കിട്ടും. അങ്ങനെ ഒരു പ്രാവശ്യം ആ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ലാലേട്ടൻ വരെ കണ്ടു. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ലാലേട്ടൻ എനിക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു ലാലേട്ടൻ എൻ്റെ സാൻഡ്വിച്ച് കഴിക്കണോ. ഡെഫിനറ്റ്ലി അത് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഒരു പണി ചെയ്യുന്ന, ഞാൻ ഒരുപാട് ലൈഫിൽ കഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ ഒരു കിച്ചണിൽ കയറുമ്പോൾ ആദ്യം തന്നെ നമ്മളെ പിടിച്ച് ഷെഫാക്കൂല. കക്കൂസ് കഴുകണം, പാത്രം കഴുകണം, പിന്നീട് നമ്മൾ എല്ലാം അരിയണം. ഈ പറഞ്ഞ പോലെ മിസോം പ്ലാസ് എന്ന് പറയും, സാധനങ്ങൾ റെഡിയാക്കി വെക്കുക. അവസാന നിമിഷത്തിലായിരിക്കും നമ്മൾ കുക്കിംഗ് സ്റ്റേഷനിലേക്ക് കയറുക. അതെല്ലാ റൂട്ടിലൂടെയും സഞ്ചരിച്ചിട്ട് എൻ്റെ സന്തോഷത്തിന്, ഞാൻ വക്കീലായിരുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സന്തോഷത്തിൽ കുറേ സ്ഥലത്ത് പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എ പോട്ട് ക്ലീനർ, വെയിറ്റർ, ടോയ്ലറ്റ് ക്ലീനർ, സാൻഡ്വിച്ച് മാൻ, ഐസ്ക്രീം മാൻ. ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഓക്കെ നൗ വി കൻ ഡു. കാരണം കുറേ ഷെഫുമാരെ നമ്മൾ കുറേ പഠിക്കും. ഇപ്പോഴും ഞാൻ കൊളാബറേറ്റ് ചെയ്ത് കുറേ ഷെഫുമാരെ നിന്ന് പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഷെഫ് എന്നുള്ള ആ പ്രൊഫഷനെ റെസ്പെക്ട് ചെയ്യുന്നു. സ്വന്തമായിട്ട് ഞാൻ ഷെഫ് എന്ന് വിളിക്കില്ല, ബട്ട് എനിക്ക് കുറേ എന്താ പറയുക, ഇപ്പോൾ ഷെഫ് എന്ന് വിളിക്കുന്ന കാറ്റഗറിയിലുള്ള ആളെക്കാളും ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. പക്ഷെ അത് ആളുകൾ പറയണം കഴിച്ചിട്ട്. അപ്പോൾ ആളുകൾ പറയുന്നതും കൂടെ അതിൻ്റെ ഒരു ഹരമുണ്ടല്ലോ. ആളുകൾ നമ്മളെ പറയുന്നത് യുവർ സാൻഡ്വിച്ച് വാസ് റിയലി ഗുഡ്, അല്ലെങ്കിൽ യുവർ വാക്ക് വാസ് റിയലി ഗുഡ് എന്ന് പറയുന്നത്. അതാണ് ഹാപ്പിനെസ്. ഇതായിരുന്നു ശരിക്കും ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രിയിലോട്ട് വഴി തിരിച്ചു വിട്ടത്? എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എനിക്ക് ആരുടെയും മുഖം നോക്കി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയേണ്ടത് ഡയറക്റ്റായിട്ട് പറയും. അത് ചിലപ്പോൾ നല്ല രീതിയിൽ കൊള്ളും. ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ ഞാൻ ഒരു ഡിബേറ്റർ ആയിരുന്നു. പിന്നെ ഇതുപോലെ പേഴ്സണാലിറ്റി കോൺടെസ്റ്റിന് ഒരുപാട് പോകുന്നതാണ് കോളേജ് സമയത്ത്. അപ്പോൾ ഈ കോളേജ് സമയത്ത് ഒരുപാട് പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അറ്റൻഡ് ചെയ്ത കാരണം നമ്മുടെ പേഴ്സണാലിറ്റി ഒരാളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അതാണ്. സോ ബിഗ് ബോസിൽ എനിക്ക് ഈ ഗെയിം, ഒരു ഗെയിമർ എന്നുള്ള നിലയ്ക്ക് മൈൻഡ് ഗെയിംസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ഭയങ്കര വലിയ മൈൻഡ് ഗെയിമറായിരുന്നു. പുള്ളി ജയിക്കുകയും ചെയ്തു കഴിഞ്ഞ സീസൺസിലെ. ഓക്കെ, പുള്ളി ജയിക്കുകയും ചെയ്തു. അതായത് ആ പുള്ളിനോട് പുള്ളി ഈ പ്രാവശ്യം ഹൗസിൽ വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, യു ആർ എൻ ഇൻസ്പിറേഷൻ. മനസ്സിലായല്ലേ? അറിയോ, അത് ആ ഗെയിമർ എന്നുള്ള ആളോടുള്ള ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ പുള്ളി ആ ഗെയിം കളിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോഴാണ് സീസൺ കാണുന്നത്. ഇപ്പം ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു പിന്നീട് അതിന് മുമ്പുള്ള സീസൺ ഓഫ് കോഴ്സ് റിയാസിൻ്റെ റോബിൻ്റെ സീസൺ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആദ്യമൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ അഖിൽ മാരാറിൻ്റെ സീസണിൽ അഖിൽ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വിന്നറാണെന്നുള്ളത് എല്ലാവരും കൂടി എങ്ങനെ തീരുമാനിച്ചു മനസ്സിലാകുമല്ലോ. എക്സാക്ട്ലി. അപ്പോൾ അതാണ് മൈൻഡ് ഗെയിമർ. സോ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്പിറേഷൻ ചിലപ്പോൾ ഈ ഭയങ്കര ഒരുപാട്. അപ്പോൾ ആ സീസണിൽ തന്നെ വിഷ്ണു ജോഷി എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. വില്ലൻ. അപ്പോൾ എനിക്ക് വില്ലൻ എന്നുള്ളൊരു ഇത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വില്ലൻ ആവും. നമ്മളൊരിക്കലും ഒരു ജഡ്ജ്മെന്റൽ പേഴ്സൺ ആവുന്നില്ല. നമ്മളിപ്പോൾ ആര്യനും ജിസേലിന്റെ ഒരു ഇഷ്യൂ, അവർ സേഫ് ഗെയിമേഴ്സ് ആണെന്നുള്ളത് തെളിയിക്കണമല്ലോ. അവരുടെ ഈ ലവ് സ്ട്രാറ്റജി പൊളിക്കണം. കാരണം ലവ് ആണ് എന്തുകൊണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്ത ആളാണ് അനുമോളുടെ ആ ഒരു ഇഷ്യൂല്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ലവ് സ്ട്രാറ്റജി പൊളിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആര്യൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. ആര്യൻ്റെ ഗെയിമും പുറത്തേക്ക് വരും. 3 വീക്സ് കഴിഞ്ഞിട്ട് ജിസേൽ ആര്യന് ഒരു കളിയും കളിച്ചിട്ടില്ല. ഈ ലവ് സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ. കാരണം വീക്കായിരുന്നു ടാസ്കിലൊക്കെ.
ടാസ്കിലൊന്നും ശരിക്കും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ 3 വീക്സ് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു ലെവറേജ് പോയി കഴിഞ്ഞാൽ 3 തവണ ഞാൻ ക്യാപ്റ്റൻസിയിൽ വന്നു. നമ്മൾ ഗെയിം അപ്പ് ചെയ്യുന്നുണ്ട്, ഇവർ ഗെയിം അവിടെ തന്നെ നിന്നു. അപ്പോൾ ഇവർ ഗെയിം പൊളിക്കുക, അത് നമ്മുടെ സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഈ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുടെ സ്ട്രാറ്റജി പൊളിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ജിസേലിനെ കൊണ്ടുപോയി, അതാണല്ലോ വില്ലൻ. അപ്പൊ ഈ പറഞ്ഞ അപ്പൊ സ്വയം അംഗീകരിക്കുന്നുണ്ട്. അല്ല, ഞാനല്ല, എനിക്ക് തന്നിരിക്കുന്ന ടാഗാണ്. ഈ പറഞ്ഞ പോലെ ഈ പുറത്തുനിന്ന് ആൾക്കാർ പറയുമ്പോൾ ഒക്കെ ചീപ്പ് ഗെയിമർ, ഡേർട്ടി ഗെയിമർ. നോ, ദർ ഇസ് നോ ചീപ്പ് ഓർ ഡേർട്ടി ഗെയിമർ, ദർ ഇസ് ഓൺലി ഗെയിം. അതായത് ഗെയിമിനെ ഡേർട്ടി എന്നും ചീപ്പ് എന്നും ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ്. ഡേർട്ടി അല്ലെങ്കിൽ ചീപ്പാ അങ്ങനെയൊക്കെ ആൾക്കാർ വിളിക്കാൻ വളരെ ഈസിയാണ്. ആ ഗെയിം കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാവുന്നവർക്ക് പുറത്തുനിന്ന് TV കണ്ടിട്ട് പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടുന്ന റെസ്പോൺസാണ് വില്ലൻ എന്നുള്ള രീതിയിൽ. ഞാൻ സ്വയം പറയുന്നില്ല ഞാൻ വില്ലനാണ്. വില്ലനാണെങ്കിൽ ഓക്കെ കൊള്ളാം, എന്നാൽ ജിസേലും പുറത്ത് പോയല്ലോ. അപ്പോൾ അതല്ലേ വില്ലൻ്റെ ഒരു ഗുണം. ഇപ്പം വിഷ്ണു ജോഷി ഒരു വില്ലനായിട്ടാണ് എല്ലാവരും കാണിക്കുക, ഡേർട്ടി ഗെയിമർ, ചീപ്പ് ഗെയിമർ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, പുള്ളി കളിച്ചിട്ടുണ്ടല്ലോ പുള്ളിയുടെ ഗെയിം. അതേപോലെ തന്നെ ഓരോ സീസണിലും ഓരോ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഒരു കാറ്റഗറി പെടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യാവസ്ഥ ഏതാണെന്നുള്ളത് ജിസേൽ പുറത്തിറങ്ങിയപ്പോൾ ആര്യൻ നെക്സ്റ്റ് വീക്കിൽ ബെസ്റ്റ് പെർഫോമറായി ആണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ആൾക്കാർക്ക് അത് ആ ഒരു സ്ട്രാറ്റജി പൊളിച്ചതിന് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രവചിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പൊ അതുകൊണ്ടൊരു എന്താ പറയാ സന്തോഷമാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ജിസേൽ നല്ലൊരു കളിക്കാരൻ. ഇപ്പൊ ജിസേലായാലും ഞാനായാലും ബിന്നി ആയാലും അഭിലാഷ് ആയാലും ഈ 4 പേരും അവിടെ ഉള്ള ആൾക്കാരെല്ലാരും ടോപ്പ് 10 പ്രവചിച്ച ആൾക്കാരാണ് ഞങ്ങളെ. ആണോ? അതെ അല്ലേ? അപ്പോൾ ഞങ്ങൾ ടോപ്പ് 10 ഉണ്ടാവണമെന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്ന് കരയുന്നുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് പുറത്ത് വന്നു, ഹാപ്പി ആയിട്ട് ഇറങ്ങിയത്. കാരണം 62 ഡേയ്സ് അവിടെ നിന്നു. ഇപ്പോൾ ജിസേലായാലും ഹാപ്പി ആയിട്ട് ഇറങ്ങിയത്, ഞാനും ഹാപ്പി ആയിട്ട് ഇറങ്ങിയത്, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ദർ ഇസ് നോ ബാഡ് ബ്ലഡ്. ഗെയിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ പാർട്ടി ചെയ്യുന്നതും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്യുന്നത് ജിസേലായിട്ടുള്ളതൊക്കെ. ഈ പറഞ്ഞ പോലെ അത് ഗെയിമിനെ ഗെയിമായിട്ട് കാണാം. പുറത്തുനിന്ന് ഉള്ള ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ അവിടെ എല്ലാവരുമായിട്ടുള്ളത് അവിടെ തന്നെ വിട്ടിട്ട് പോന്നു, എക്സെപ്റ്റ് ലക്ഷ്മി. അതിന് കാരണങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരുമായിട്ടും നമുക്ക് ഒരിക്കലും ഒരു ബാഡ് ബ്ലഡ് ഇല്ല. എല്ലാവരുമായിട്ടും സംസാരിക്കാവുന്നതും. പിന്നെ ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞു എനിക്ക് റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റെനയുടെ കാര്യമൊക്കെ ഞാൻ അവിടെ തന്നെ ക്ലിയർ ചെയ്തതാണ്. ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഫ്രണ്ട് ആവുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു കംഫർട്ട് സോൺ കൊടുക്കുകയാണ്. റെന ആര്യനായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞാൻ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെ ആദില എൻ്റെ സിസ്റ്ററായി മാറി. ഞാൻ ആദ്യം ആദിലയും നൂറായിട്ട് പ്രശ്നങ്ങളായിരുന്നു, അവർ സേഫ് ഗെയിമേഴ്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാറും ഓവർ പീരിയഡ് ഓഫ് ടൈം. ചിലപ്പോൾ ചിലവർ പുറത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ 4ാമത്തെ ആഴ്ചയിൽ പുറത്തു പോയ ആൾക്കാരായിരിക്കും. അവർ പിന്നെ ഗെയിം കണ്ടിട്ടില്ല. എൻ്റെ റൈസ് എന്ന് പറഞ്ഞാൽ സ്ലോ, ഐ എം എ ലേറ്റ് ബ്ലൂമർ. ഞാൻ പതുക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോർട്ട് ടേം ഗോൾസ്. ലൈഫിൽ ഷോർട്ട് ടേം ഗോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്തത് 10 ഇയേഴ്സ് കഴിയുമ്പോൾ പ്രൊഫഷൻ വിടും. അതിന് മുമ്പേ ഞാൻ ബുക്ക് എഴുതി, അതിന് മുമ്പേ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പതുക്കെയല്ലേ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം 21 ഡേയ്സ് എങ്ങനെ കളിക്കും, പിന്നെ 50 ഡേയ്സ് എങ്ങനെ കളിക്കും, പിന്നെ 70th ഡേ വരെ, പിന്നെ 30 ഡേയ്സ് ലാസ്റ്റ്, ഇതാണ് കളിക്കുക. അപ്പം അതിൽ ഞാൻ 63 ഡേയ്സ് ഉണ്ടായിരുന്നു. അതിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇനി ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് നമുക്ക് അതിലോട്ട് അങ്ങനെ ജോയിൻ ചെയ്താൽ മതിയല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് എന്നെ DM ചെയ്താൽ മതി. കമ്മ്യൂണിറ്റി മേശ എന്നുള്ള പേജിൽ ഫാൻറ്റാസ്മ ആണെങ്കിൽ ഫാൻറ്റാസ്മ, അല്ലെങ്കിൽ ടേസ്റ്റിംഗ് ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ മാഡ് വിച്ച് സാൻഡ്വിച്ച് ഇവൻറ്റ്, ഇതെല്ലാം ഞാൻ FC ബോയ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എപ്പോഴും അനൗൺസ് ചെയ്യും. അങ്ങനെയാ വരിക. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല തിരിച്ചിറങ്ങിയിട്ട്. ഈ പറഞ്ഞ പോലെ എന്ത് വന്നാലും എനിക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇവിടെ കൂടെ പ്രവർത്തിക്കുന്ന കുറേ പിള്ളേരുണ്ട്. അവരെല്ലാവരും ജെൻസി ജെൻ ആൽഫയൊക്കെയാണ്. അപ്പം അവരുടെ രീതിയിലായിരിക്കും അത്. ചിലപ്പോൾ എന്താ പറയുക, ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഒരു മാർക്കറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഞാൻ അങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ചെയ്ത് പരിചയം. ഞാൻ നേരത്തെ ഞാൻ അതും ചോദിക്കാൻ വന്നായിരുന്നു. നമ്മൾ ഒരു എന്ത് കാര്യം ചെയ്താലും ഇപ്പൊ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. പക്ഷെ ഇത് മാർക്കറ്റിംഗ് ഒരുപാട് മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഗെയിമിലും കളിച്ചപ്പോൾ ഞാൻ ഓർഗാനിക് ആയിരുന്നു, റിയൽ ആയിട്ട് നിൽക്കാൻ നോക്കിയിട്ടുള്ളൂ. ഇതേപോലെ തന്നെ എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള റീച്ചിലാണ് എനിക്ക് ഒരു ഇഷ്ടമുള്ളൂ, താല്പര്യമുള്ളൂ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഗോൾഡ് സ്റ്റാർ ഫ്രീ കോണ്ടന്റ് എഴുതും. കോണ്ടന്റ് ഷുഡ് ബി ഫ്രീ എന്നുള്ള ഒരു സംഭവം, ഒരു വാദം പുറത്തേക്ക് വരുത്താൻ വേണ്ടിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കൊളാബ്സ്, പ്രൊമോഷൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ വരുമായിരിക്കും. അത് ചൂസ് ചെയ്ത് എടുക്കാം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ അതിൻ്റെ പേര്, ബിഗ് ബോസിൽ പോയി കളിച്ചതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടും. അതിന് വേണ്ടെന്ന് ഞാൻ പറയൂല. പക്ഷേ ഞാൻ എൻ്റെ ഒരു സംഭവം ചെയ്യുന്നത് പഴയ രീതികൾ മാറ്റില്ല. ഫാൻറ്റാസ്മ ആയാലും എൻ്റെ കമ്മ്യൂണിറ്റി മേശ ആയാലും അതെൻ്റെ ഒരു ഡ്രീം
ആയിരുന്നു. അടുത്തതിൽ എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും വരണം. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നൈസ് മീറ്റിംഗ് യു ജോ. നൈസ് മീറ്റിംഗ് യു ടു. എന്നെ പിടിച്ച് വെട്ടി മുറിച്ച് മാറ്റരുത്, ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറയണം. അതെ, കുറേയൊക്കെ എന്തായാലും കിട്ടി. പിന്നെ ലൈക്ക് ജെനുവൻലി എനിക്ക് പറയാനുള്ളതും ഞാൻ ബിഗ് ബോസിന്റെ ഞാനൊരു ഓഡിയൻസാണ്. ഫസ്റ്റ് സീസൺ മുതലേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഒരിക്കൽ ചേട്ടനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈക്ക് അതിൽ നിന്നപ്പോഴാണെങ്കിലും ഇറങ്ങിയിട്ടാണെങ്കിലും ഇപ്പൊ കണ്ടപ്പോഴാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ. അതുകൊണ്ടാണ് ഈ സീസണിലെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിലെ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കൂടെ ആണത്. ഞാൻ വേറെ ആരും അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയില്ല. മേ ബി ഇനി നോക്കില്ല എന്നല്ല, പക്ഷെ ഐ ഫെൽറ്റ് ലൈക്ക് യു ആർ എ ജെനുവിൻ പേഴ്സൺ. കുറച്ച് ദിവസം കൂടെ അനിൽ ചേട്ടൻ നിൽക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് ജെനുവൻലി ഫീൽ ചെയ്തു. ബട്ട് ഡിപ്പെൻസ്, നമുക്ക് ഒന്നും പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഓഡിയൻസിന്റെ പ്രേക്ഷകരുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ കുറച്ച് ദിവസം കൂടി നിൽക്കണ്ടായിരുന്നു. അത് തന്നെയാണ് എൻ്റെ വിജയം. അപ്പൊ അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ഈ ഗെയിമിൽ അച്ചീവ് ചെയ്യാനുള്ളത്. ആളുകളിൽ നമ്മുടെ ഇംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത്, ആളുകൾ നമ്മൾ ജെന്യുവൻലി അവിടെ നിന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത് മാത്രമാണ് ഇതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ. അത് മതി. ഈ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ മനസ്സിലാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും കണ്ടസ്റ്റൻസ് അവരെങ്ങനെയാണ് നമ്മളെ ഉൾക്കൊണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു റാപ്പോ, അതെല്ലാം ഇനിയും ഉണ്ടാവും. ഇപ്പോൾ തിരിച്ചു ഇറങ്ങി വന്നിട്ട് കുറേ പേരെ കണ്ടു, അവരായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റി. ദേ ആർ ഫ്രണ്ട്സ് ഫോർ ലൈഫ്, അല്ലെ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ഫോർ ലൈഫ്. അങ്ങനെ അതിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ ഗെയിം സിൻസിയർ ടു ദ ഗെയിം. ഈ ഗെയിമിനോടുള്ള റെസ്പെക്റ്റ് കാരണമാണ് ഈ ഗെയിമിൽ കളിച്ച് നമുക്ക് ഒരു 9 ആഴ്ച മുന്നേറാൻ പറ്റിയത്. ആ ഗെയിമിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിനോടും ജിയോ സ്റ്റാറിനോടും അതിനുള്ള കടപ്പാടുണ്ട്. എനിക്ക് ഇതിലൊരു സ്പേസ് തന്നതിൽ നിങ്ങൾക്കും കുറേ ആൾക്കാർക്കും എന്നെ ആരാണെന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് സന്തോഷം തന്നെ കാണാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതും. ഇനിയും ഒരുപാട് കാണാൻ സാധിക്കട്ടെ. ഇത് തുടക്കവുമല്ല ഒടുക്കവുമല്ല, ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. കമ്മ്യൂണിറ്റിയിൽ എന്തായാലും അടുത്ത എപ്പോഴാണോ ഉള്ളത് അതിൽ ഞാൻ ഉറപ്പായും കമ്മ്യൂണിറ്റി മേശയിൽ വരിക. FC ബോയ് ഇൻസ്റ്റാഗ്രാം. യെസ് ഷുവർ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സുനിൽ ചേട്ടാ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.